ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങ അരച്ച് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ തൊലി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു 400 ഗ്രാം ഉണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 5 വെളുത്തുള്ളി ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു. ഒരു 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കണം. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളിതുപോലെ അടച്ച് വെച്ച് വേവിക്കുന്നത് കൊണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. 3/4 കപ്പ് അളവിൽ തേങ്ങാ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തു. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടികൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി കറിയുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഒരു 400 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 1 മിനിറ്റിന് ശേഷം ഒന്ന് അടപ്പ് തുറന്നിട്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത മിക്സി ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച് വരുന്നതായിട്ട് കാണാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് കുറവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് നമ്മത് ഇളക്കി വേവിച്ചെടുക്കാം. നമ്മൾ ചെമ്മീൻ വേവിച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ സമയം വേവിച്ചെടുക്കാൻ പാടില്ല. കൂടുതൽ സമയം നമ്മൾ ചെമ്മീൻ വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് വറവ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് പൊട്ടി വന്നിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ചെറിയുള്ളി ഒരു 4 എണ്ണം ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഉണക്കമുളക് മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വറവ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കറിവേപ്പില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഉടനെ തന്നെ അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്താൽ മതിയാകും. അപ്പോഴത്തേക്കും കറി നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ടാകും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചോറിനൊപ്പം കഴിക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.